കോഴിക്കോട് പാളയം ബിജു കൊലക്കേസിലെ പ്രതി ദീപകിനെ 3 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. ലഹരിക്ക് അടിമയായ ദീപകിനെ ഡി അഡിക്ഷൻ സെന്ററിലാക്കാൻ നിർദ്ദേശിച്ചതിലുള്ള വൈരാഗ്യമാണ് കൊലപാതകത്തിന് നയിച്ചതെന്ന് പ്രതി പോലീസിനോട് സമ്മതിച്ചു. കൊലപാതകം നടന്ന സ്ഥലത്ത് പ്രതിയുമായി അന്വേഷണ സംഘം നാളെ തെളിവെടുപ്പ് നടത്തും. പാളയം ബിജു വധക്കേസിലെ പ്രതി ദീപകിനെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായാണ് 3 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത്. കൊലപാതകം നടന്ന ബിജുവിന്റെ ഒറ്റമുറി വീട്ടിലെത്തിച്ച് നാളെ തെളിവെടുപ്പ് നടത്താനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. കൊലപാതകത്തിന് ഉപയോഗിച്ച മാരകായുധം കണ്ടെത്താൻ കൂടുതൽ അന്വേഷണം നടത്തേണ്ടതുണ്ട്. ബിജുവിന്റെ ശരീരത്തിൽ 45ലധികം കുത്തേറ്റ മുറിവുകളാണ് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയത്. പിതാവിന്റെ സ്കൂട്ടറിലാണ് ദീപക് സംഭവ സ്ഥലത്തെത്തിയത്. ബിജുവിനെ കൊലപ്പെടുത്തിയ ശേഷം തെളിവ് നശിപ്പിക്കാനായി തന്റെ ചോര പുരണ്ട വസ്ത്രങ്ങൾ ഇയാൾ കത്തിച്ചു കളയുകയായിരുന്നു. ലഹരിക്കടിമയായ ദീപകിനെ ലഹരി മുക്തി കേന്ദ്രത്തിലാക്കാൻ മുൻകൈയെടുത്തത് ബന്ധുവായ ബിജു ആയിരുന്നു. ഇതിലുള്ള കടുത്ത വൈരാഗ്യമാണ് ക്രൂരമായ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസ് ശേഖരിച്ച പാളയം മാർക്കറ്റിലെ CCTV ദൃശ്യങ്ങളാണ് കേസിൽ നിർണായകമായത്. ദീപക് സ്ഥലത്തെത്തിയത് CCTVയിൽ വ്യക്തമായതോടെ അന്വേഷണം ഇയാളിലേക്ക് വ്യാപിച്ചു. തുടർന്ന് നടത്തിയ പരിശോധനയിൽ ബിജുവിന്റെ വീട്ടിൽ നിന്ന് കാണാതായ മൊബൈൽ ഫോണും ബൈക്കിന്റെ താക്കോലും പ്രതിയിൽ നിന്ന് പോലീസ് കണ്ടെത്തുകയായിരുന്നു. ന്യൂസ് മലയാളം, കോഴിക്കോട്.